സംഭവം. ഇത് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പാണ്. ഇത് കല്യാണം ആ സമയത്ത് മോൻ പ്രസവിച്ച് 3 മാസത്തിൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല ചേട്ടാ, ഒരു പെട്ടെന്നൊരു ഇൻഡ്യൂഷൻ വരുന്നു. എനിക്ക് അതുവരെ പുള്ളിയെ സംശയമോ അല്ലെങ്കിൽ പുള്ളി അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു ഒരേ രീതിയിൽ എനിക്ക് ഒരു സംശയമില്ലാത്തൊരു വ്യക്തി. ഭയങ്കര രീതിയിൽ ഈ ടോർച്ചറിങ് ഉണ്ട്. ടോർച്ചറിങ് ഉള്ളു, അല്ലാതെ സ്നേഹം തന്നെയാണ്. സ്നേഹം ഉള്ളതുകൊണ്ടാണ് പുള്ളി പറയുന്നത് അവനിൽ ഉണ്ടായതല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈഗോ പ്രശ്നമാണ് ഞാൻ അന്ന് കണ്ടത്. ഞാൻ വിചാരിച്ചു ആദ്യത്തെ ആ പുള്ളിയിൽ ഉണ്ടായത് ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് സഹിച്ച് ജീവിച്ചേ പറ്റത്തുള്ളൂ എത്രയെന്ന് പറഞ്ഞാലും. സെക്കൻഡ് മാരേജ് അല്ലേ, ആദ്യത്തെ മാരേജ് ഇങ്ങനെ കഴിഞ്ഞു, രണ്ടാമത്തെ മാരേജും ഇനി ഇങ്ങനെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നാട്ടുകാരെന്ത് പറയും, എൻ്റെ വീട്ടുകാർക്ക് വിഷമം വരും, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ സഹിച്ച് നിന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ നിന്നപ്പോൾ ഒരു 2 മണി സമയത്ത് എനിക്ക് മനസ്സിൽ നിന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് അപ്പം ഫിറോസ് ഖാനെ വിളിക്കാൻ തോന്നി. ആ സമയത്ത് ഒരു വെപ്രാളം, രാത്രി എണീച്ചിട്ട് എനിക്കൊരു വെപ്രാളം, ഒരു ശ്വാസം മുട്ടലും എല്ലാം പോലും വന്നിട്ട് എനിക്ക് എന്തോ പെട്ടെന്ന് നിൽക്കാനെ വിളിക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ഉടനെ ഫിറോസ് ഖാനെ ഞാൻ വിളിച്ചപ്പോൾ ഉടനെ ഫിറോസിൻ്റെ ഫോൺ കോൾ വെയിറ്റിംഗ് വന്നപ്പോൾ കോൾ വെയിറ്റിംഗ് വന്ന ഉടനെ തൊട്ട് പുറകെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് എൻ്റെ കോൾ എടുത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരിക്കാ, അത് എൻ്റെ കൂട്ടുകാരൻ അമേരിക്കയിൽ നിന്നോ ദുബായിൽ നിന്നോ ആരാണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എന്തിനാ എന്നിട്ട് പുള്ളി ഇങ്ങനെ പതറിയിട്ട് സംസാരിക്കുന്നുള്ള രീതിയിൽ എന്തോ ഒരു നമുക്കത് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു എനിക്കിതിപ്പോൾ പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റുന്നില്ല അത്. അപ്പോഴും ഞാനത് ഓക്കെ, എന്നാലും എവിടെയോ ഒരു സാധനം എൻ്റെ അവിടെ സ്പാർക്ക് ചെയ്തു. പുള്ളിയുടെ സംസാരത്തിലായിരിക്കും. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പം ഞാൻ വീണ്ടും ചോദിക്കുന്നത് എവിടെയാ, ആരായിരുന്നു ഇന്നലെ വിളിച്ചത്, അത് നിനക്കിത്ര സംശയം എന്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തു. അപ്പോൾ എനിക്കറിയത്തില്ല ചേട്ടാ, എനിക്ക് അന്നത്തെ ബുദ്ധിയിൽ എനിക്ക് അങ്ങനെ തോന്നിക്കാൻ തന്നെ കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ ഫോക്സോണിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇതേയല്ലേ, അവിടെ നമ്മളുടെ ഈ ടെലികോളിലൊക്കെ വരുന്ന പിള്ളേരുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ഒരു പിള്ളേരെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ ഇങ്ങനൊരു സംഭവമുണ്ട്, എനിക്കൊന്ന് ആ നമ്പറിനെ എനിക്ക് നമ്പർ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. അവൻ ടെലികോളിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം അതിൻ്റെ OTP വരും, അത് OTP പറഞ്ഞുതരാം നമുക്ക്. ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. അന്ന് തന്നെ അവരുടെ വീട്ടിൽ പോവാ ഞാൻ. അവരുടെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു ഫോൺ ഇങ്ങ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ധൈര്യത്തോടെ തന്നെ ഫോൺ ഇങ്ങ് എടുത്ത് തരുന്നുണ്ട്. കാരണം ആ സിമ്മിൽ കിടക്കുന്ന വേറെ നമ്പറാണ്, ഫോൺ എടുത്ത് തന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ വിളിച്ച നമ്പർ തരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു പഴയ ടാബുണ്ട്, ആ ടാബിലാണ് പുള്ളിക്കാരൻ ഈ സിം എടുത്തിട്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം വാട്സാപ്പും കാര്യങ്ങളും എല്ലാം തുറക്കുന്നതും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഉള്ളത്. അപ്പോൾ ഈ പുള്ളി OTP വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് OTP പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ കോൾ ലിസ്റ്റ് എടുത്തപ്പം എല്ലാ നൈറ്റുകളിലും 12-1 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് തുടങ്ങുന്ന വെളുപ്പിനെ വരെ ത്രൂ ഔട്ട് ഈ കോളിൽ ചെയ്യുന്നുണ്ട്. ലോക്കൽ നമ്പറില്ല അല്ലേ? ഒരു ലോക്കൽ നമ്പർ ചെയ്യുന്ന ഈ പറഞ്ഞ കണക്കും അല്ല. അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ ഫോണിൽ എനിക്ക് അറിഞ്ഞൂടാ, ഇതൊന്നും എന്നെക്കൊണ്ട് എനിക്ക് മേളിലിരിക്കുന്ന ഒരാൾ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഞാൻ മൊബൈൽ എടുക്കുന്നു, ടാബ് എടുത്തിട്ട് ഞാൻ ടാബിനകത്ത് ഈ ടാബ് എൻ്റെ കയ്യിരുന്ന ടാബാണ്. അതിനകത്ത് എങ്ങനെയുണ്ട് ഏതുണ്ട് എങ്ങനെയാണെന്ന് ഫിറോസ് ഖാനെക്കാട്ടിലും കൂടുതൽ അറിയാതെ എനിക്കാണ്. ഞാൻ അന്നേരം നേരെ എടുത്ത് റെക്കോർഡിങ് ഓപ്ഷൻ നോക്കി. അപ്പം നോക്കിയപ്പോഴത്തേക്ക് കുറേ ഈ റെക്കോർഡിങ് ഉള്ളത് പുള്ളിക്കാരന് അറിയത്തില്ലായിരുന്നു. ഓൾറെഡി അങ്ങനെയല്ല, ആ ഫോണിൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ ഫിറോസ് ഖാൻ അത് അറിയത്തില്ല. പക്ഷെ ഡിലീറ്റ് ചെയ്തിട്ടേ ഇല്ല ആ സാധനം. ഈ സാധനം എടുത്ത് ഓപ്പണേക്ക് ഞാൻ അവരുടെ വീട്ടിലാണ്, മോനെ എടുത്ത് ഞാൻ അവരുടെ ഉമ്മടുത്തും അവരുടെ കുഞ്ഞുമ്മ എല്ലാവരും ഉണ്ട് താഴേൽ, അവിടെ എല്ലാവരും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഞങ്ങൾ പേഴ്സണലായിട്ട് മേളിൽ സംസാരിക്കുക. ഫോണിനും എടുത്തിട്ട് ഞാനിത് കേട്ടിട്ട് ഞാൻ കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത വൃത്തികെട്ട, അതായത് ഇന്നലെ വന്ന് ഞാൻ നിന്നതുപോലെ എന്ന് പറഞ്ഞ് ഭയങ്കര സെക്സി സംസാരങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ. അത് കേട്ട് എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ നിലവിളിച്ച് ഭയങ്കര കരച്ചിലും ബഹളവും എല്ലാം വന്ന് അങ്ങനെ അവരുടെ വീട്ടുകാരും ഉമ്മ എല്ലാവരും കൂടെ കയറി വന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഉമ്മിച്ച് അന്ന് എന്തുകൊണ്ട് അങ്ങനെ ഇക്കാൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങളാന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു വോയിസ് റെക്കോർഡ് കുഞ്ഞുമായി കേൾപ്പിച്ചു. അവർ പറഞ്ഞു എനിക്കിതങ്ങ് കേൾക്കണ്ട, അവർക്കാണ് അവരുടെ മോൻ്റെ വാക്കുകളല്ലേ, അത് കേൾക്കണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഉമ്മച്ച എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, നീയായിട്ടിരുന്നായിരുന്നെങ്കിൽ അവനെ പോകത്തില്ലായിരുന്നു. പെണ്ണുങ്ങളെ കഴിവേടാണ് ആണുങ്ങൾ ഇങ്ങനെ പോകുന്നത്. അല്ല എൻ്റെ അമ്മയല്ല, ഫിറോസിൻ്റെ ഉമ്മ. അപ്പം അതും കൂടെ ഞാൻ കേട്ടപ്പോൾ എനിക്കറിയത്തില്ല ചേട്ടാ, എനിക്ക് ജീവിക്കണോ മരിക്കണോ എന്നൊന്നും അറിഞ്ഞൂടെ. കാരണം പുള്ളിക്കാരനിൽ എന്ത് തെറ്റുണ്ടെങ്കിലും ഇവർ മിണ്ടത്തില്ല. കാരണം അവിടെ വേറെ സംഭവങ്ങളുണ്ട്, ഞാൻ അതിലോട്ട് വരാം. കാരണം എനിക്ക് അവരെ ഫാമിലിയെ പിടിച്ചിട്ടണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഈ ഫിറോസ് ഖാനാണ്
എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. ഞാൻ ഈ പറയുന്ന ഇനി പറയാൻ വരുന്ന കാര്യങ്ങൾ കള്ളത്തരമാണെങ്കിൽ ഈ ചന്ദനത്തോപ്പ് ജംഗ്ഷനിൽ പോയി തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഈ ചാനലിൽ വന്ന് നിൽക്കുന്നതിന് കാരണം എനിക്ക് വിശ്വാസമുണ്ട് ചാനലിനെ. കാരണം ഞാൻ പറയുന്നത് ഞാൻ കള്ളമാണോ സത്യമാണോ എന്ന് നിങ്ങളത് തിരക്കി കണ്ടുപിടിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ ആ സ്ഥലത്ത് പോയി തിരക്കുകയും ചെയ്യും.